ഹലോ, എന്നെപ്പറ്റി ഞാൻ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊരു ബി.എഡ് കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പം കാറ്റഗറി 2 പാസ്സാവാനാണ് ഞാൻ ഈ പ്രാവശ്യം നോക്കിയത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ സെറ്റ് പാസ്സായിരുന്നു. അതേപോലെ കാറ്റഗറി 3 പാസ്സാണ്, CTET പാസ്സാണ്. അപ്പോൾ കാറ്റഗറി 2 എഴുതിയെടുക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ആ ഒരു സമയം വന്നിരിക്കുകയാണ്. കാറ്റഗറി 2 അത്യാവശ്യമായ ഒരു നിലയിലാണ് നിൽക്കുന്നത്. കാരണം അടുത്ത UP അപ്ലൈ ചെയ്യണമെങ്കിൽ അടുത്ത നിയമം എന്താ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഓൾറെഡി UPയുടെ ലിസ്റ്റിലുണ്ട്, സപ്ലൈ ലിസ്റ്റിലായിപ്പോയി. അപ്പം അത്യാവശ്യം ആ സമയത്ത് UPക്ക് പഠിച്ചതുകൊണ്ടാണ് ഇപ്പം കാറ്റഗറി 2 പാസ്സാവാൻ കഴിഞ്ഞത്. കാരണം പിന്നെ ഈ ഫീൽഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, PSCയുടെ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. എടുത്തു പറയേണ്ടത് സയൻസിൻ്റെ കാര്യമായിരുന്നു. ഭയങ്കര ടാക്റ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. കാണുമ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നല്ല, വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഒരു അല്പം കുറച്ച് ഡീപ്പായിട്ടുള്ള നോളേജ് വേണം. സയൻസ് ടീച്ചേഴ്സിനാണെങ്കിൽ അങ്ങനെ വേണം. പക്ഷെ ഒന്ന് നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നു. സോഷ്യലിൻ്റെ കാര്യത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ PSCയുടെ ഫീൽഡിലാണ്. അപ്പോൾ എനിക്ക് ഇതേപോലെ സോഷ്യൽ വളരെ എളുപ്പമായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു ഈശ്വര, സയൻസ് ഓപ്റ്റ് ചെയ്യണേ പറ്റും, സോഷ്യൽ എഴുതിയാൽ മതിയല്ലോ എന്നുള്ളൊരു തോന്നലായിപ്പോയി. പിന്നെ സൈക്കോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ സൈക്കോളജി ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിരുന്നു. നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ നമ്മളിന്ന് ഇരുത്തി വായിപ്പിക്കുന്ന രീതിയിലായിരുന്നു. സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് പാസേജ് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വന്നത്. അപ്പോൾ ലൈക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്തോ വേഗം എഴുതി. പക്ഷെ ഞങ്ങൾ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികൾ, എക്സാം ഹാളിലിരുന്ന കുട്ടികൾക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടില്ല. അവസാനമൊക്കെ ബബിൾ ചെയ്യുന്നതൊക്കെ കണ്ടു. എനിവേ ഞാൻ പാസ്സാണ്. എനിക്ക് 113 മാർക്കുണ്ട്. സയൻസ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് എഴുതുന്നതായിട്ട് എനിക്ക് തോന്നിയത്. സത്യം പറയാലോ, എക്സാം ഹാളിലിരുന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു നമ്മൾ ഈ സൈക്കോളജി, മാത്സ്, ഇംഗ്ലീഷൊക്കെ ആയിട്ട് ടച്ച് വിട്ട ടീച്ചേഴ്സ് ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട് ഈ പ്രാവശ്യം. ഞാൻ അവരെക്കുറിച്ചാണ് ആലോചിച്ചത്. ലൈക്ക് അവർക്ക് പാസ്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലായിരുന്നു എക്സാം എന്ന് എനിക്ക് തോന്നി. കാറ്റഗറി 2 ഈ ഫീൽഡിൽ ഇല്ലാത്ത ഒരാൾ ഇത് കേൾക്കുമ്പം തോന്നും, ഇത്രയും പാസ്സായ ആളുകൾക്ക് ഇതിപ്പം പാസ്സാവാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്, ടീച്ചർമാരായാൽ കുറച്ച് വിവരവും ക്വാളിഫിക്കേഷനും ഒക്കെ വേണ്ടേ. എല്ലാം ഉണ്ടാവും. പക്ഷെ ദ ഫാക്ടേഴ്സ്, നമുക്കൊന്നിനോടൊരു ടച്ച് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇരുന്ന് പഠിച്ചെടുക്കന്നെ വേണം. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സർവീസിൽ കയറാതെ PSC, UP, HSST ഒക്കെ നോക്കി പഠിക്കുന്ന പിള്ളേർക്ക് അതിലും വലിയ തലവേദനയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും നിയമനമില്ല. ശരിക്കും നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഗതി ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം വരും അല്ലേ. ഈ അടുത്ത് ഏകദേശം 20,000-ഓളം എയ്ഡഡ് അധ്യാപകരെ പെർമനൻ്റ് ആക്കുകയുണ്ടായി. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ലിസ്റ്റിലൊക്കെ വന്നിട്ട്, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ലിസ്റ്റിലൊക്കെ വന്നിട്ട് വെറുതെ ലിസ്റ്റ് കയറി ലിസ്റ്റിലുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ടീച്ചറായിട്ട് ജോലിക്ക് കയറിയെന്ന് വെച്ചാൽ ഇല്ല.